ഞാൻ കല്യാണ പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു അധ്യാപകന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളൂ എന്ന രീതിയിൽ എൻ്റെ പ്രപ്പോസൽ അവിടെ എടുത്തില്ല. ഒരു വർഷം അത് കഴിഞ്ഞു ആ പ്രപ്പോസൽ. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം നടന്നില്ല, ദീപ്തിയുടെയും കല്യാണം നടന്നില്ല. അപ്പോൾ അവർ പിന്നെ റീതിങ്ക് ചെയ്തു. ഇപ്പം അധ്യാപകനെ കിട്ടിയില്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണല്ലോ ഞാൻ, അപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒന്ന് പരിഗണിച്ചാലോ എന്ന് പറഞ്ഞ് രണ്ടാമത് റീഡയറക്റ്റ് ഒന്ന് വന്ന ആലോചനയാണ് നമ്മൾ മാരേജിലായിട്ട് എത്തിയത്. അതിനുശേഷമാണ് താങ്കൾ പോയി പറയാൻ പോകുന്നത് ബിസിനസ് തുടങ്ങാൻ. അതെ. കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2008 ആയപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങുമെന്ന് പറയുന്നത് രാജിവെക്കാൻ പോവാണ് ഗവൺമെന്റ് ജോലി. അതെ അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവിടെ ഒരു തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകളല്ല. അവളുടെ അച്ഛൻ, വൈഫിൻ്റെ അച്ഛൻ ട്രഷറി ഓഫീസറാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, വൈഫിനെ ടീച്ചറാക്കി, മരുമകനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന രീതിയിൽ നിൽക്കുമ്പോൾ അത് കളയുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ആ പ്രശ്നം അവിടെ ഉണ്ടായി. പക്ഷേ വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഇപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാനും വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ നമ്മൾ സപ്പോർട്ടീവായിരുന്നു. സപ്പോർട്ടീവായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്.